ദളപതി കണ്ടിറങ്ങി. തീർച്ചയായിട്ടും കുറേ നാളായി വെയിറ്റിംഗ് ആയിരുന്നു. റീ റിലീസിങ് ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ ഒരു ചിത്രം ഇറങ്ങിയപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നി കാണാൻ പറ്റിയതിൽ. മുമ്പ് ടി വിയിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ തിയേറ്ററിൽ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇന്നിപ്പോൾ കണ്ടിറങ്ങിയപ്പോൾ നല്ലൊരു സംതൃപ്തിയാണ് തോന്നിയത്. ഇത് എനിക്ക് തോന്നുന്നു തമിഴ് സിനിമയുടെ ചരിത്രം എടുത്താൽ ഒരു 50 ചിത്രങ്ങളിൽ ഒരു ചിത്രം ഈ ഒരു ചിത്രമാവും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ, മണിരത്നം എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ്റെ സംവിധാനം മികവ് അതെടുത്തു പറയേണ്ടതാണ്. അതേപോലെ തന്നെ ഇളയരാജയുടെ മ്യൂസിക്, ജാനകി അമ്മയും SP ബാലസുബ്രഹ്മണ്യവും അതേപോലെ നമ്മുടെ യേശുദാസ് ഏട്ടനും എല്ലാവരും, ദാസേട്ടനൊക്കെ എല്ലാവരും മത്സരിച്ച് പാടിയതും, അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ സ്വന്തം മമ്മൂക്ക, പിന്നെ നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനികാന്ത്, ദളപതി, അദ്ദേഹവും മമ്മൂക്കയും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി നല്ലൊരു തിയേറ്റർ അനുഭവം തന്നെയായിരുന്നു. അതേപോലെ തന്നെ ശോഭന ചേച്ചി, ഗീത ചേച്ചി, ഇവരെല്ലാവരും മികച്ച പ്രകടനം. അരവിന്ദ സ്വാമി, അങ്ങനെ പിന്നെ ഇതിൽ അഭിനയിച്ച ഭാനുപ്രിയ ഒക്കെ ശക്തമായിട്ടുള്ള കഥാപാത്രമായിട്ടുണ്ട്. അങ്ങനെ അമേഷ് പുരി ശക്തമായ ഒരു വില്ലൻ തന്നെയായിരുന്നു. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. ഒരാളെപ്പോലും വെറുതെ ഇതായിട്ടില്ല. അത് സ്റ്റണ്ടാണ് എനിക്ക് എടുത്ത് പറയുന്നത്. സാധാരണ നമ്മൾ ഇപ്പോൾ കുറേ 10-20 വർഷത്തോളമായി ആ ഒരു ചിത്രം ഇറങ്ങിയിട്ട് നമ്മൾക്ക് അത്രയും നാളുകൾക്ക് ശേഷം ഈ ചിത്രം കാണുമ്പോൾ സ്റ്റണ്ടൊക്കെ നമ്മൾ ചില പടത്തിലെ പഴയ സ്റ്റണ്ടൊക്കെ കാണുമ്പോൾ ചിരി വരും. പക്ഷെ ഇതിന് ഒറിജിനാലിറ്റി, ഒരു വില്ലൻ മുകളിൽ നിന്ന് വീഴുന്ന ഒരു സീനുണ്ട് രജനിയായിട്ടുള്ള ഒരു ഫൈറ്റിൽ. ഇവരുടെ സൂപ്പറാണ് അത്. എന്തു വന്നാലും ആഘോഷിക്കാൻ പറ്റിയ ഒരു നല്ല ചിത്രം തന്നെയായിരുന്നു ദളപതി. ഇത് ഇനിയും വിജയിക്കും. അന്നത്തെ കാലത്തും മികച്ച വിജയമായിരുന്നു, ഇപ്പോൾ ഇന്നും അത് വിജയിക്കും. എന്തായാലും ഒരുപാട് റീ റിലീസിങ്ങിൽ ഒരുപാട് കളക്ഷൻ ഈ ഒരു ചിത്രം നേടുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. നല്ലൊരു ചിത്രം. ക്വാളിറ്റി ഒക്കെ ഭയങ്കര ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. മ്യൂസിക്കാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇതായിട്ട് തോന്നിയത്. ക്വാളിറ്റിയൊക്കെ പണ്ട് കണ്ടതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ടെന്നല്ലാതെ ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും അവകാശപ്പെടാനില്ല. പക്ഷേ നമുക്ക് തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുക, നമുക്ക് തിയേറ്ററിൽ സമയം പോകുന്നത് അറിയില്ല. അതാണ് എടുത്തു പറയേണ്ടത്. ആ കഥയും ആ തിരക്കഥയും ഈ സംവിധായകന്റെ കയ്യിൽ കിട്ടിയപ്പോൾ മണിരത്നം എന്ന് പറയുന്ന സംവിധായകൻ എന്താണെന്ന് വരച്ചു കാണിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ദളപതി. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം ഇനിയും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല.